ക്രൈസ്തവ സഭാവിശ്വാസത്തിൻ്റെ ആൽഫയും ഒമേഗയുമായ വിശ്വാസ പരിശീലന കളരിയുടെ സമാപന സമ്മേളനത്തിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോസ് പാറപ്പുറം, എറണാകുളം അങ്കമാലി അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ആന്റണി നടുവത്തശ്ശേരി, ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ജോസ് ജോസഫ്, മിസ്റ്റർ ജോൺ ജെറാൾ ട്രസ്റ്റി, മിസ്റ്റർ ജോൺസൺ മാളിയേക്കൽ PCC മെമ്പർ, കുമാർ അമൽ ജേക്കബ് കല്ലറയ്ക്കൽ സ്കൂൾ ലീഡർ. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനത്തോടെ പ്രാർത്ഥിക്കുന്നതിലെ സന്തോഷം നമുക്ക് അനുഭവിക്കാം. പ്രാർത്ഥിക്കുന്നതിനായി പ്രാർത്ഥനാ ഗാനത്തിനായി കാറ്റിംഗ്സം കൊയറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹത്തിൻ്റെ പതക്കമാണ് സ്വാഗതം എന്ന് പറയുന്നത്. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ജോസ് ജോസഫ് സാറിനെ സ്വാഗത പ്രസംഗം. ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വിശ്വാസ പരിശീലന വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ഒരു വർഷം നമ്മൾ വിശ്വാസ പരിശീലനം പഠിച്ചു. ഗ്രൂപ്പ് തലത്തിലെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഔട്ട്റീച്ച് പ്രോഗ്രാം, വിഭിന്നങ്ങളാർന്ന പ്രോഗ്രാമുകൾ ഏറ്റവും അവസാനം IBCയിൽ വന്നെത്തി നിൽക്കുകയാണ്. IBCയും കഴിഞ്ഞു. നല്ലൊരു 3 ദിവസം ഫുൾ ഡേ പ്രോഗ്രാമായിരുന്നു IBCയുടെ. നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ വാർഷികത്തിലേക്ക് പ്രവേശിക്കുക. കഴിഞ്ഞ വർഷം സംയുക്ത വാർഷികമായിരുന്നു. യൂണിറ്റുകളുടെയും വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെയും സംയുക്ത വാർഷികമായിരുന്നു കഴിഞ്ഞ വർഷം. എന്നാൽ ഈ വർഷം യൂണിറ്റുകളുടെ അതത് യൂണിറ്റുകളിലാകുമ്പോൾ വിശ്വാസ പരിശീലനം പള്ളിയിൽ പ്രത്യേകമായിട്ട് കൊണ്ടാടുകയാണ്. ആ സുദിനമാണ് ഇന്ന്. ഏവർക്കും സന്തോഷിക്കാനുള്ള, ഏവരുടെയും കലാവിരുത് പ്രകടമാകാനുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. നമുക്ക് സന്തോഷമാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഏത് കാര്യത്തിനും എന്തിനും നമ്മോടൊപ്പമുണ്ട്. എവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി നമ്മളെ കാണിച്ചു തന്ന് മുന്നോട്ട് പോവുകയാണ്. ജൂബിലി നമ്മൾ നമ്മുടെ ഇടവകയിൽ ആഘോഷിച്ചു. പക്ഷേ കണ്ടാൽ പ്രായം തോന്നിക്കില്ല ഇപ്പോഴും. ഞാൻ ഇന്ന് രാവിലെയും ചോദിച്ചു, അച്ഛാ ഇനിയും വർഷമുണ്ടല്ലോ ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ ചോദിച്ചിരുന്നു. അച്ഛൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അത് ഞാനല്ല തീരുമാനിക്കണം, അവിടെ നിന്നാണ്. നമ്മോടൊപ്പമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്.
അടുത്തതായി നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കാറ്റഗിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റവറൻഡ് ഫാദർ ആൻ്റണി നടുവത്തശ്ശേരി ഇവിടെ ഉദ്ഘാടനം നടത്തുക. അത് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമാണ് അച്ഛനെ വിളിക്കാം. അങ്ങനെ അച്ഛനുമായി ഞാൻ സംസാരിച്ചു. അച്ഛൻ നോ പറഞ്ഞില്ല, യെസ് അപ്പോഴേ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കൺഫേം ചെയ്തു. പക്ഷേ ഇന്നലെ വൈകുന്നേരം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അച്ഛൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഭയങ്കര അസ്വസ്ഥതയാണ്, തൊണ്ടയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതായാലും നമ്മുടെ ഇടവകയിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ വരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആൻ്റണി നടുവത്തശ്ശേരി അച്ഛനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ട്രസ്റ്റിയാണ്. പള്ളിയുടെ ഏത് കാര്യങ്ങളിലും അത്യുന്നതിയിൽ നിൽക്കുന്ന 2 പേരാണ് ട്രസ്റ്റിമാർ. ഒന്ന് നമ്മുടെ ജോൺ ജെറാൾഡ് ബാബു എന്ന് പറയും ഞങ്ങൾ. അതോടൊപ്പം തന്നെ ജോർജ് ഏട്ടനാണ്. നമ്മുടെ ജോൺ ജെറാൾഡ് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, ഫോൺ വഴിയും അതുപോലെ നേരിട്ട് സംസാരിക്കാറുണ്ട്. ഏത് കാര്യത്തിനും നമ്മളോട് കൂടെ ആയിരുന്നു കൊണ്ട്, നമ്മളോട് ഒപ്പമായിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നു. നമ്മുടെ ട്രസ്റ്റിയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ PCC മെമ്പറാണ്. മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഏത് കാര്യത്തിനും എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇപ്പോൾ ഗ്രൂപ്പ് മീറ്റിംഗ് ആയാലും വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓടിയെത്തും. അതിനിടയ്ക്ക് ഓരോരോ വേഷം കെട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ PCC മെമ്പറിനെ, PCC അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ PCC മെമ്പറായ ജോൺസൺ മാളിയേക്കലിനെ നിങ്ങളുടെ ഓരോരുത്തരും പേരിലും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി വരുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ ലീഡേഴ്സാണ്. സൺഡേ സ്കൂൾ ലീഡർമാർ 2 പേരുണ്ട്. മിന്നും പ്രകടനമായിരുന്നു ഇവർ 2 പേരും കാഴ്ചവെക്കുന്നത്. അത് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായാലും ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ടായാലും ഏത് കാര്യത്തിലും നമ്മൾ പറഞ്ഞാൽ മാത്രം മതി, അവർ നമ്മോടൊപ്പം തന്നെയുണ്ട്. ഇന്നാണെങ്കിലും ഇവിടെ വന്ന് കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുകയും മുന്നിട്ടിറങ്ങുകയും ഏത് കാര്യത്തിനും മുമ്പിലുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നമ്മുടെ മാസ്റ്റർ അമൽ ജേക്കബ് കല്ലറയ്ക്കലിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ആദരവുണ്ട്, അതൊക്കെ നമ്മുടെ സെക്രട്ടറി പറയും. ഇനി നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ വിശിഷ്ടാതിഥികൾ. ഇവിടെ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, ബൈബിൾ സീരീസ്, അങ്ങനെയുള്ള കുറേയധികം സമ്മാനങ്ങൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിലെ കുട്ടികളും മാതാപിതാക്കന്മാരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അധ്യക്ഷ പ്രസംഗത്തിനായി സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ജോസ് പാറപ്പുറം അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛൻ, കൈക്കാരൻ ജോൺ, ഹെഡ് മാസ്റ്റർ ജോൺസൺ അമൽ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികം ആചരിക്കുന്ന അവസരത്തിൽ
വേദപാഠ സംഘടനയുടെ ഡയറക്ടറോ അസിസ്റ്റൻ്റ് ഡയറക്ടറോ വരിക എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായൊരു കാര്യമാണ്. അച്ഛന് സുഖമില്ലെങ്കിൽ പോലും ഇന്ന് അച്ഛൻ വരാമെന്ന് സമ്മതിച്ചു. അവസാനം അങ്ങനെ വരികയും ചെയ്തു. നമ്മൾ വേറെ അച്ഛന്മാരെ പരിശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. അച്ഛനും നോക്കിയായിരുന്നു. കാരണം അവിടെ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഇൻറ്റൻസീവ് കോഴ്സും പരിപാടിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് അച്ഛൻ്റെ സ്വരമൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നതിന് പ്രത്യേകമായിട്ട് അച്ഛന് നന്ദി പറയുന്നു. നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സ്നേഹപൂർണമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് വേദപാഠ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇൻറ്റൻസീവ് കോഴ്സും ഏറ്റവും മഹത്തായ രീതിയിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഏതിനും തയ്യാറായിട്ടുള്ള കുട്ടികളുണ്ട്. എന്ത് പരിപാടി നടത്തണമെങ്കിലും അവർ റെഡിയാണ്. ചിലരതിൻ്റെ ഭവിഷ്യത്തൊന്നും നോക്കില്ല, എദ്യമേ അങ്ങ് ഏറ്റുകളയും. ഇപ്പോൾ ചക്കയിടാനൊക്കെ പ്ലാവേ കയറാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഒരാളത് ഏറ്റു. ഒരു പയ്യനത് കയറി മോളിൽ ചെന്ന് അവൻ നോക്കിയപ്പോൾ പയർ പോലെ ഏതാണ്ടൊക്കെ കണ്ട്, അമരപ്പയർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് അതും പറിച്ച്. അത് ചൊറിയെണ്ണമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ ചൊറിയെണ്ണങ്ങളൊക്കെ. അതോടുകൂടി അവൻ്റെ നായങ്കരണം എന്ന് പറയും, നായങ്കരണം. അപ്പോൾ അവൻ പോയതിലും സ്പീഡിൽ ഇറങ്ങിപ്പോന്നു. അപ്പോൾ നമുക്ക് ഏത് കാര്യവും ചിന്തിക്കാതെ തന്നെ പ്രവർത്തിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയല്ല, നല്ല രീതിയിൽ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഈ മതപഠന ക്ലാസ്സൊക്കെ നമുക്കൊരു നല്ലൊരു പ്രോത്സാഹനമാണ്. പിന്നെ നമ്മുടെ കഴിവുകൾ ദൈവത്തിൻ്റെ ആശീർവാദത്തോടു കൂടി വൻ കഴിവുകളായിട്ട് മാറ്റണം. പൊക്കം കുറവോ അല്ലെങ്കിൽ സാമ്പത്തികം കുറവോ ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ഇന്ത്യയിലെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആളാണ്. പക്ഷേ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മഹത്തായ ഒരു സ്ഥാനത്തെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ നമ്മുടെ പ്രശസ്തനായ കവി കുഞ്ഞുണ്ണി മാഷ്, അദ്ദേഹവും പൊക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന പ്രശസ്തനായ കവിയാണ്. അപ്പോൾ മനോഹരമായ കവിതകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയൊക്കെ നന്നായിട്ട് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത, ഇരു കണ്ണുകളും തുറക്കണം വിവാഹത്തിന് മുമ്പ്, ഇരു കണ്ണുകളും പാതി അടയ്ക്കണം വിവാഹത്തിന് ശേഷവും. കാരണം യോഗത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലതൊക്കെ കണ്ണടച്ച് കളയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയൊക്കെ വളരെ ലളിതമാണെങ്കിലും അതിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് ആദർശങ്ങൾ അദ്ദേഹം നൽകാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കഷ്ടപ്പാടിലൂടെ മുമ്പോട്ട് പോകേണ്ടവരാണ്. അത് അഹംഭാവത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ ഒക്കെ ജീവിതത്തിൽ വന്നാൽ നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഓശാന ഞായറാഴ്ച കർത്താവ് കഴുതപ്പുറത്ത് ജെറുസലേമിലൂടെ പോയത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ കഴുത പോയ സ്ഥലത്തെല്ലാം വസ്ത്രം വിരിച്ച് വളരെ മനോഹരമായിട്ടായിട്ടിരുന്നത്. അപ്പോൾ കഴുതയ്ക്ക് തോന്നി ഇതെല്ലാം എന്നെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് കഴുത ആ വസ്ത്രത്തിൻ്റെ മീതെ, പട്ടുവസ്ത്രത്തിൻ്റെ മീതെയൊക്കെ നടന്ന് സന്തോഷമായിട്ട് അഹങ്കാരത്തോടുകൂടി അങ്ങ് പോയി. അത് കഴിഞ്ഞ് ആ ഓശാനയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആ സമയത്ത് തന്നെ കഴുത അവിടെ വന്ന് നിൽക്കുവാണ്. ഇന്നും പട്ടുവസ്ത്രങ്ങളിലൂടെ എന്നെ നടത്തിക്കൊണ്ടുപോകും വലിയ ആഘോഷമായിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ആരും അവിടെ വന്നില്ല. അപ്പോൾ കഴുത നോക്കിയപ്പോൾ അപ്പുറത്ത് കുറച്ച് സാരിയൊക്കെ ഇലക്കിയിട്ടുണ്ട്. അത് ഒരു ഡോബിയുടെ വീടാണെന്ന് കഴുതയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു. അത് ആ വസ്ത്രത്തെ കൂടെ അങ്ങ് നടന്നുപോയി. പിന്നെ ആ നാട്ടുകാരെല്ലാം കൂടി കുതിര തല്ലി അതിന്. കാരണം അർഹിക്കാത്തതിന് വേണ്ടി പോയതാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ദൈവം നൽകും. അത് സന്തോഷത്തോടെ സ്വീകരിക്കാതെ അഹങ്കാരത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹത്തോടെ വീക്ഷിക്കാനും അവരെ സഹായിക്കാനും ഒക്കെ നമുക്കൊരുപാട് ബാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. ഇതിനൊക്കെ നമുക്ക് പ്രചോദനം നൽകുന്നത് നമ്മുടെ വേദപാഠ ക്ലാസ്സുകളാണ്. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ കൊണ്ടുപോകാനും അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാനും എല്ലാം നമ്മൾ പരിശ്രമിക്കണം. പലപ്പോഴും ആ അധ്യാപകരെയൊക്കെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത് നമ്മുടെ നല്ല പ്രവർത്തനം വഴിയാണ്. നമ്മളെല്ലാം ഉയർന്ന നിലയിൽ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ അത് ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ടീച്ചേഴ്സിന് നമുക്കറിയാം, അവർക്ക്
എവിടെ ചെന്നാലും ഒരു ബഹുമാനമുള്ളതാണ്. അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ ബഹുമാനിക്കാറുണ്ട്. കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ മനുഷ്യന് സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഉന്നത തലത്തിൽ എത്താൻ പറ്റുള്ളൂ. സമ്പത്തുണ്ടെങ്കിൽ അത് സാധിക്കില്ല, സമ്പത്ത് മാത്രം ഉണ്ടെങ്കിൽ അത് സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ഈ കുട്ടികൾ വേദപാഠം പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക. ഈ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിഞ്ഞാൽ അതോടുകൂടി തീരുമല്ല. പിന്നീടും ആ മതപഠന കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ അവർക്കൊരു പ്രോത്സാഹനം മാതാപിതാക്കന്മാർ കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അച്ഛ. 2024-25 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സൺഡേ സ്കൂൾ സെക്രട്ടറി ശ്രീമതി ലെക്സി ബിജോയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. 2024-25 വർഷത്തെ മതബോധന റിപ്പോർട്ട്. പ്രാണന്റെ അർത്ഥനയായ പ്രാർത്ഥനയെക്കുറിച്ചും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൻ്റെ ആഴം പ്രാർത്ഥനയാണെന്ന ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോ കുഞ്ഞിനെയും പ്രാർത്ഥനയിൽ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും ഉത്തരവാദിത്വവും സഭയിൽ നിക്ഷിപ്തമാണെന്ന തിരിച്ചറിവാണ് എറണാകുളം അങ്കമാലി അതിരൂപത 2024-2025 വിശ്വാസ പരിശീലന വർഷം പ്രാർത്ഥനയിൽ വളരാം എന്ന ലോഗോയെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ കളരിയെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുവാനായി 2024-2025 വർഷത്തെ ആദ്യത്തെ മീറ്റിംഗ് മെയ് 22-ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ചേരുകയും ഒരു വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികളുടെ മാസ്റ്റർ പ്ലാൻ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ജോസ് വളരെ ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകർക്ക് നൽകുകയും ചെയ്തു. വിശ്വാസ പരിശീലന ഉദ്ഘാടന ദിവസത്തിൻ്റെ മുന്നേ തന്നെ അധ്യാപകർ ഒരുമിച്ച് ചേർന്ന് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. സമാഗതമായ ഉദ്ഘാടന ദിനം മെയ് 26 ആയിരുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഹെഡ് മാസ്റ്ററും ചേർന്ന് അമഹനീയ കർമ്മം നിർവഹിച്ചു. അറിവ് നേടേണ്ടവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ എന്ന പ്രഭാഷക വചനം അനുസ്മരിപ്പിക്കുമാറ് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ ഗുരുമുഖത്ത് നിന്ന് സ്വായത്തമാക്കാൻ കുഞ്ഞുങ്ങൾക്കായി ഒരു ഉത്സവാന്തരീക്ഷം തന്നെ ഒരുക്കി അധ്യാപകർ കാത്തിരുന്നു. PCC അംഗങ്ങളുടെ നിറസാന്നിധ്യവും ആ ദിവസത്തെ ധന്യമാക്കി. പ്രാർത്ഥനാ ഗീതികളാൽ മുഖരിതമായിരുന്നു ആ ദിനത്തിൻ്റെ സന്തോഷം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആമുഖമായി കുഞ്ഞുങ്ങളെ സജ്ജരാക്കാൻ ബഹുമാനപ്പെട്ട ബ്രദർ വളരെയധികം ഒരുക്കത്തോടെയാണ് എത്തിയിരുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലഘുവായ ബൈബിൾ ക്ലാസ് 16 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ വളരെ ആവേശത്തോടും അഭിമാനത്തോടും പറയട്ടെ, സഭയുടെ മക്കൾ നമ്മുടെ കൈകളിൽ സുരക്ഷിതരാണെന്ന്. അവർക്കൊരു കൈത്താങ്ങ് മാത്രം മതി പ്രാർത്ഥനയുടെ വിശുദ്ധിയിൽ വളർന്നു വരാൻ. ബൈബിൾ ക്ലാസ്സുകളെ അധികരിച്ച് നടന്നിരുന്ന ബൈബിൾ ചോദ്യോത്തരവേള ആത്മീയ ഉത്തേജകാത്മകമായിരുന്നു. കാലം കാത്തുവെച്ച സമയപരിമിതിയിൽ ബഹുമാനപ്പെട്ട കോട്ടക്കലച്ചൻ്റെ ആത്മീയ നേതൃത്വം ദേവാലയ സംഗീതത്തിൻ്റെ പുതിയ മാനങ്ങൾ തേടി. സ്വരരാഗലയ താളങ്ങളുടെ പഴയ ശബ്ദം അൾത്താരഗാന ശുശ്രൂഷയുടെ ഇടവകയുടെ തന്നെ അഭിമാനമായി മാറി. സുഭാഷിത വചനത്തെ അനുസ്മരിപ്പിക്കുമാറ് നരച്ച മുടി മഹത്വത്തിൻ്റെ കിരീടമാണ്. സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത്. ഇങ്ങനെയായിരുന്നു അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലം. ഈശോയെ തേടിയുള്ള കുഞ്ഞുങ്ങളുടെ യാത്രയിൽ യാതൊരു മടുപ്പും സംഭവിക്കാത്ത രീതിയിൽ അവരുടെ സർഗവാസങ്ങളെ തൊട്ടുണർത്താൻ 4 ഗ്രൂപ്പുകളായി അധ്യാപകർ പ്രോത്സാഹിപ്പിക്കുന്നു. അന്യം നിന്നു പോകുന്ന വായനാശീലത്തെ പുനരുദ്ധരിക്കുവാൻ മതബോധന ലൈബ്രറിക്ക് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. ഇതിൽ ലൈബ്രറിയന്മാരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. തിരുബാലസഖ്യവും CLCയും അതിന് നിർദ്ദേശിക്കപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തത്തോടെ നടന്നുവരുന്നു. അത് ശ്ലാഘനീയമാണ്. ഡ്രഗ് അഡിക്ഷൻ്റെയും മീഡിയ അഡിക്ഷൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ അമർന്ന പുതിയ തലമുറയെ ബോധവൽക്കരിക്കാൻ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം അനുസ്മരിച്ചു. കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നൽകപ്പെട്ടു. ജൂലൈ 3-ന് വിശ്വാസ തീക്ഷ്ണത ഊട്ടിയുറപ്പിച്ച് സെയിൻറ്റ് തോമസ് ഡേ ആഘോഷിച്ചു. മാതാപിതാക്കൾക്കായി സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഓണക്കാലത്തിൻ്റെ ഓർമ്മകൾ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഓണമാല 2024 കേരളത്തനിമയോടെ അധ്യാപകരും കുട്ടികളും PCC അംഗങ്ങളും ആഘോഷമാക്കി. ആദ്യത്തെ പ്രമോട്ടർ വിസിറ്റിൽ നമ്മുടെ ഇടവകയെക്കുറിച്ച് അഭിനന്ദനാർഹമായ റിപ്പോർട്ടുകളാണ് രേഖപ്പെടുത്തിയത്. വെളിച്ചം പകരാമെന്ന് എൻലൈറ്റും ജ്വലിച്ച് ജീവിക്കാമെന്ന് എൻലൈവും 8ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾക്കായി അതിരൂപത നൽകി വരുന്ന പ്രത്യേക പ്രോഗ്രാമിൽ നമ്മുടെ ഇടവകയെ പ്രതിദാനം ചെയ്ത് മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്തു. അവർ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തു. മതാധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബറോമിയോയുടെ തിരുനാൾ നവംബർ 5-ന് അധ്യാപകർ ആഘോഷമാക്കി. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ ഓർമ്മയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ക്രിസ്മസ് വേഷഭൂഷാദികളോടെ ആഘോഷങ്ങളുടെ ആഘോഷമായ ക്രിസ്മസിന് ആരംഭം കുറിച്ചു.
ബൈബിൾ എന്ന വാക്കിന്റെ സത്വകൾ തേടി ഈശോയുടെ വചനത്തിന്റെ പുസ്തകം എന്നർത്ഥം വരുന്ന ബൈബിൾ എന്ന തലക്കോട്ടോടെ ഒരു കയ്യെഴുത്തു മാസികയും നമ്മുടെ കുട്ടികൾ സമർപ്പിക്കുകയുണ്ടായി. സൺഡേ സ്കൂളിന് വേണ്ടിയുള്ള ഏതു പ്രവർത്തനങ്ങൾക്കും കുട്ടികളുടെ കൂട്ടായ്മ അഭിനന്ദനം അർഹിക്കുന്നു, ഒപ്പം അധ്യാപകരും. രണ്ടാമത്തെ പ്രമോട്ടർ വിസിറ്റിലും കുട്ടികളുടെ കഴിവിനെയും പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുകയും ചെയ്തു. ഓരോ ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടത്തുകയും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുകയും പാതാളം പിറക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നാം ദർശിക്കുകയും ചെയ്യുന്ന തിരിച്ചറിവിനായി ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് മാർച്ച് 30, 31, ഏപ്രിൽ 1 തീയതികളിലായി കുട്ടികളും അധ്യാപകരും ചേർന്ന് ആഘോഷമാക്കി. ഹൃദയം ദൈവത്തിന് മുൻപിൽ പകരുന്നതാണ് പ്രാർത്ഥന എന്ന തിരിച്ചറിവോടെ IBC കോഴ്സ് അവസാനിക്കുമ്പോൾ ഇടവയ്യാവുന്ന കുടുംബമൊന്നാകെ പ്രാർത്ഥനയിൽ വളർന്ന് മുന്നേറാമെന്ന പ്രാർത്ഥനയോടെ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി ശ്രീമതി ലെക്സി ബിജോയ്. നമ്മുടെ ഈ വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എറണാകുളം കാറ്റീസം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആൻ്റണി നടുവത്തശ്ശേരിയെ ക്ഷണിക്കുന്നു. വിശ്വാസ പരിശീലന ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ നല്ലൊരു പ്രാർത്ഥനയോടെ കയ്യടിയോടെ നമുക്ക് മഹനീയ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഫാദർ ജോസ് പാറപ്പുറം, നമ്മുടെ സ്നേഹനിധിയായ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ ജോസ് ജോസഫ് സർ, ട്രസ്റ്റി മിസ്റ്റർ ജോൺ ജെറാൾ, PCC member Mr. Johnson Maliakal, Catechism leader Amal Jacob, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഒപ്പം സൗത്ത് പറൂർ ദേവാലയത്തിൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ വികാരിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറം അച്ഛ, ബഹുമാനപ്പെട്ട സിസ്ലി പൈക്കാട്ട് മദർ, ഈ ഇടവകയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ വികാരിയച്ഛനോടൊപ്പം നേതൃത്വം വഹിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ ജോസ് ജോസഫ് കല്ലറക്കൽ, അതോടൊപ്പം ഈ ഇടവകയുടെ ട്രസ്റ്റി ജോൺ ജെറാൾഡേട്ട, PCC മെമ്പർ ജോൺസൺ മാളിയേക്കൽ, സെക്രട്ടറി ലെക്സി ടീച്ചർ, വിശ്വാസ പരിശീലനത്തിൻ്റെ കുട്ടികളുടെ സൺഡേ സ്കൂൾ ലീഡറായിട്ടുള്ള അമൽ ജേക്കബ്, മറ്റ് മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, 4 പരീക്ഷകൾ കഴിഞ്ഞ് അവസാനത്തേതും 5ാമത്തേതുമായിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആശ്രമത്തിലെ 3 ശിഷ്യന്മാർ. ഒരു മുറിയിലിരുന്നാണ് അവസാനത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ആശ്രമശ്രേഷ്ഠനും ഇവരുടെ ഗുരുവുമായിട്ടുള്ള അശ്രേഷ്ഠ വ്യക്തി ഇവരുടെ മുറിയിലേക്ക് കടന്ന് ഡോറ് തുറന്നതിന് ശേഷം വളരെ കൂലങ്കഷമായിട്ട് അവസാനത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന 3 പേരോടുമായിട്ട് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, 3 പേരും എത്രയും പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് വരിക. പേടിയായി, കാരണം 4 പരീക്ഷകൾ കഴിഞ്ഞു. ഏതെങ്കിലും പരീക്ഷ മോശമായിട്ടുണ്ടോ, തോറ്റുപോയിട്ടുണ്ടോ,
ഒരുപാട് ആവലാതികൾ. അവസാനത്തെ പരീക്ഷ. ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഗുരു വന്നിട്ട് എൻ്റെ മുറിയിലേക്ക് വരാനായിട്ട് പറഞ്ഞത്. പേടിച്ച് വിറച്ച് അല്പം ടെൻഷനോടുകൂടെ ഗുരുവിൻ്റെ മുറിയിലേക്ക് 3 ശിഷ്യന്മാരും കടന്നു ചെന്നപ്പോൾ അവിടെ ശാന്തമായിട്ട് ഒരു പുസ്തകവും വായിച്ച് ഗുരു ഇരിക്കുകയാണ്. എന്താണ് തങ്ങളെ വിളിച്ചതിൻ്റെ കാരണമെന്ന് ആരാഞ്ഞുകൊണ്ട് 3 പേരും ഗുരുവിനോട് ചോദിച്ചു, ഗുരു ഞങ്ങൾ എത്തിയിട്ടുണ്ട്, എന്താണ് അങ്ങ് വിളിച്ചത്? ഗുരു പറഞ്ഞു, നാളെ അവസാനത്തതും 5ാമത്തതുമായിട്ടുള്ള പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകണം, മാതാപിതാക്കളെ കാണണം, സഹോദരങ്ങളെ കാണണം, ബന്ധുമിത്രാദികളെ കാണണം, അയൽവാസികളെ കാണണം. ദെൻ കം ബാക്ക്, തിരിച്ചു വരിക, അതിനുശേഷം നമുക്ക് പരീക്ഷ എഴുതാം. വളരെ സന്തോഷമായി. ഒരുപാട് നാളുകളായി വീട്ടിൽ പോയിട്ട് മാതാപിതാക്കളെ കണ്ടിട്ട് ഒരു ഭയങ്കര സന്തോഷമായി. ലഗേജൊക്കെ പാക്ക് ചെയ്ത് അവർ പോവുകയാണ്, നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവർക്ക് ഒരു വലിയൊരു വനം കടക്കേണ്ടതുണ്ട്. ഈ വനത്തിൻ്റെ ഒത്ത നടുക്ക് അല്പം ഇടുങ്ങിയ ദുർഘടം പിടിച്ച അപകടം പിടിച്ച ഒരു വഴിയുണ്ട്. ഗുരുവിൻ്റെ വായിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അവർ കേട്ടിട്ടുണ്ട്, പലരും ഈ നടുവഴിയിൽ അല്ലെങ്കിൽ ഈ ഇടവഴിയിൽ എത്തുമ്പോൾ അപ്രത്യക്ഷമാവാറുണ്ട്, കാണാനില്ല. മറ്റു വന്യമൃഗങ്ങളാൽ മറ്റ് അപകടങ്ങളൊക്കെ സംഭവിച്ച് ഇവർ അപ്രത്യക്ഷമാവാറുണ്ട്. എന്നിരുന്നാലും വീട്ടിലേക്ക് പോകാനായിട്ട് മാതാപിതാക്കളെ കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ കൊണ്ട് ഇവർ ഈ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർ വനത്തിലേക്ക് പ്രവേശിച്ചു. ഏകദേശം ഈ ഒരു സമയം, സന്ധ്യാസമയമായപ്പോൾ ഈ ഇടവഴിയിലേക്ക് അവർ പ്രവേശിച്ചു. ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനായിട്ട് പറ്റുന്ന ഒരു ഇടവഴി. ഒന്നാമൻ വളരെ ശ്രമകരമായിട്ട് ഗുരു പഠിപ്പിച്ച ചില അഭ്യാസ മുറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഈ ഇടവഴി ശ്രമകരമായിട്ട് പിന്നിട്ട് അപ്പുറത്തേക്ക് എത്തി. ഒന്നാമൻ ചെയ്തത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് അവനൊരു കണക്കിന് അപ്പുറത്തേക്ക് എത്തി. മൂന്നാമന് വേണ്ടി 2 പേര്, ആദ്യത്തെ 2 പേര്, കടന്നുപോയ 2 പേര് ഇടവഴിയുടെ അങ്ങേയറ്റത്ത് കാത്തു നിൽക്കുകയാണ്. നേരം സന്ധ്യയായിട്ടും ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഈ മൂന്നാമനെ കാണാനില്ല. അവർക്ക് ആകെ സങ്കടമായി. കാരണം തിരിച്ചു വന്ന അവസാനത്തെ പരീക്ഷ എഴുതണം. ആശ്രമശ്രേഷ്ഠ തുല്യതയ്ക്കുള്ള പരീക്ഷയും കൂടെ എഴുതി കഴിഞ്ഞാൽ ഗുരുവിനെ പോലെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഒരു ഗുരുവായി തീരും. അതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഇവർ വീട്ടിലേക്ക് പോവുക. പക്ഷെ ഈ മൂന്നാമനെ കാണാനില്ല. ഇവർ 2 പേരും മനസ്സോടുകൂടെ ഈ ഇടവഴിയിലേക്ക്, ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന ഇടവഴിയിലേക്ക് വളരെ ശ്രമകരമായിട്ട് തിരിച്ച് നടക്കുകയാണ്. ഒന്നാമൻ മുമ്പിലുണ്ട്, രണ്ടാമൻ തൊട്ടുപുറകെയുണ്ട്. പകുതിയോളം ഇടവഴി കടന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കാണാനായിട്ട് സാധിച്ചു, മൂന്നാമൻ അവിടെയുള്ള മുള്ളിൻ്റെ ചെടികളും കൂർത്ത പാറക്കഷ്ണങ്ങളും മറ്റ് അപകടം നിറഞ്ഞ കാര്യങ്ങളൊക്കെ അവനാൽ കഴിയുന്ന രീതിയിൽ അത് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്, ഉന്മൂലനം ചെയ്യുകയാണ്. ഈ 2 പേർക്കും ഭയങ്കര ദേഷ്യം തോന്നി. രണ്ടാമൻ ചാടി ഓടി വന്നിട്ട് മൂന്നാമൻ്റെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്ത് മടയത്തരമാണ് ഈ കാണിക്കുന്നത്? സന്ധ്യാവാറായി, വന്യമൃഗങ്ങളുടെ സ്വരമൊക്കെ കേട്ടു തുടങ്ങി. ഈ സമയത്താണോ നിന്റെ ഈ പുണ്യപ്രവൃത്തി എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അവനെ ദേഷ്യപ്പെടുകയാണ്. മൂന്നാമനും അങ്ങനെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. മൂന്നാമൻ വളരെ ശാന്തമായിട്ട് ഈ 2 പേരുടെയും കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ശാന്തമായിട്ട് പറഞ്ഞു, സ്നേഹിതന്മാരെ, നമ്മൾ ഇത് കഴിയുമ്പോൾ, ഈ വഴി കടന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സന്ധ്യയാവും, ഇരുട്ടാവും. നമ്മൾക്ക് ശേഷം വാണിജ്യ ആവശ്യങ്ങൾക്കോ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് നഗരത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാത്രക്കാർക്ക് കണ്ണു കാണാൻ സാധിക്കില്ല. അവർക്ക് അപകടം പറ്റാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ ഇടവഴിയിലെ അപകട സാഹചര്യങ്ങളെ ഞാൻ ഉന്മൂലനം ചെയ്യുകയാണ്, മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന 3 പേരുടെയും മധ്യത്തിലേക്ക് അവിടെ ഒളിച്ചിരുന്ന ഗുരു ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നതിന് ശേഷം മൂന്നാമനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അവസാനത്തെ പരീക്ഷയിൽ 5ാമത്തെ പരീക്ഷയിൽ ജയിച്ചത് നീയാണ്, മൂന്നാമനാണ്. നീ എന്നോട് ചേർന്ന് നിൽക്കുക. മറ്റ് 2 പേരോടായിട്ട് പറഞ്ഞു, യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ ഹോം. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകാം. കാരണം നിങ്ങൾ അവസാനത്തെ 5ാമത്തേതുമായിട്ടുള്ള പരീക്ഷയിൽ തോറ്റുപോയി. കാരണം ഇത്രത്തോളം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, ഇത്രത്തോളം ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചു. പക്ഷെ ഗുരുവായിട്ടുള്ള എൻ്റെ മനോഭാവം സ്വന്തമാക്കാനായിട്ട്
ഈ മൂന്നാമനെ സാധിച്ചുള്ളൂ. നിങ്ങൾ രണ്ടുപേരും പരാജയപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമനെ ചേർത്ത് പിടിച്ചിട്ട് ഗുരു പറഞ്ഞു, നീ എൻ്റെ ഒപ്പം വരിക, ആശ്രമത്തിലേക്ക് വരിക, എനിക്ക് ഇനിയും നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനായിട്ടുണ്ട്. യു ക്യാൻ കം വിത്ത് മീ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രണ്ടുപേരുമായിട്ട് മറ്റു രണ്ടുപേരും വളരെ സങ്കടത്തോടു കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഈശോയാകുന്ന ഗുരുവിൻ്റെ മനോഭാവം സ്വന്തമാക്കാനായിട്ട് പരിശ്രമമാണ്. അത് സ്വന്തമാക്കാനായിട്ട് കുഞ്ഞുമക്കളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് വിശ്വാസ പരിശീലകർ. അതിന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മാതാപിതാക്കൾ. ഈ വിശ്വാസ പരിശീലന വാർഷികത്തിൻ്റെ അവസരത്തിൽ നമ്മൾക്ക് ഇനിയും കുഞ്ഞുമക്കളിലേക്ക് ഈശോയാകുന്ന ഗുരുവിൻ്റെ മനോഭാവം പകർന്നു കൊടുക്കാനായിട്ടുണ്ട്. ഈ മനോഭാവം സ്വന്തമാക്കിയ കുഞ്ഞുമക്കളുടെ പ്രത്യേകത, അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഈശോയുടെ പോലെയുള്ള വ്യക്തവും ശക്തവുമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. അവരെടുക്കുന്ന വഴികൾ ഏറ്റവും മാതൃകപരമായിട്ടായിരിക്കും. രാസലഹരിയുടെയും മറ്റ് പ്രശ്നങ്ങളുടെയും നടുവിലാണ് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുഞ്ഞുമക്കളും ഇന്നത്തെ ഈ തലമുറയും. പക്ഷേ ക്രിസ്തു മനോഭാവം സ്വന്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട്, പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ തിന്മയെ ഉപേക്ഷിച്ച് നന്മ തിരഞ്ഞെടുക്കാനായിട്ട് ഈശോയുടെ മനോഭാവം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലും പഠിക്കാനായിട്ടുമാണെങ്കിലും മറ്റ് ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിലും ക്രിസ്തു മനോഭാവം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഞായറാഴ്ചകളിലും മറ്റ് സൗകര്യമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് അന്വേഷിച്ചു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞുമക്കളിൽ ക്രിസ്തു മനോഭാവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അതിന് വിശ്വാസ പരിശീലകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് ഈ മനോഭാവം കുഞ്ഞുമക്കളിലേക്ക് പകർന്നു കൊടുക്കുക എന്നത്. ഈശോയുടെ മനോഭാവം സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ മനോഭാവമാണ് ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും ഈശോയെ വ്യത്യസ്തനായിട്ട് നിർത്തുന്നത്. അവന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടൊരു മനോഭാവം ഉണ്ടായി. തന്നെ ഒതുക്കി നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫരിസേയരോടും നിയമജ്ഞരോടും അവനൊരു മനോഭാവം ഉണ്ടായി. അവൻ്റെ അടുത്ത് രോഗശാന്തിക്കായിട്ട് വരുന്ന രോഗികളോട് അവനൊരു മനോഭാവം ഉണ്ടായി. തന്നെ ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനുമായിട്ട് കാത്തിരുന്ന ശിഷ്യന്മാരുടെ, തൻ്റെ അരുമ ശിഷ്യരോടും അവനൊരു മനോഭാവം ഉണ്ടായി. ഈ മനോഭാവമാണ് ഈശോയെ വ്യത്യസ്തനാക്കുന്നത്. ഈ മനോഭാവമാണ് വ്യത്യസ്തമായിട്ടുള്ള, ലോകം ബഹുമാനിക്കുന്ന, ലോകം ആദരവോടെ കാണുന്ന ഈശോയുടെ ഈ മനോഭാവമാണ് കുഞ്ഞുമക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. സ്കോളർഷിപ്പ് നല്ലതാണ്, പരീക്ഷയിൽ ഉയർന്ന മാർക്കുകൾ നല്ലതാണ്. പക്ഷെ ഇതെല്ലാം കിട്ടുമ്പോഴും ഈശോയുടെ മനോഭാവം കുഞ്ഞുമക്കളിലേക്ക് രൂപപ്പെട്ടില്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും പരാജയം അവിടെ സംഭവിക്കും. അത് വിശ്വാസ പരിശീലകരുടെയും മാതാപിതാക്കളുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും കാറ്റഗീസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ പരാജയമായിരിക്കും. നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ മനോഭാവം കുഞ്ഞുമക്കളിലേക്ക്, നമ്മളിൽ ഓരോരുത്തരിലേക്കും രൂപപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മനോഭാവം കുഞ്ഞുമക്കളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു പുതിയ വർഷത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഉദ്ഘാടനം നമുക്ക് ഒത്തൊരുമിച്ച് ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിർവഹിച്ചതായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തുടർച്ചയായി ലോഗോസ് ക്വിസിൽ 1ാം സ്ഥാനം നേടിയ ശ്രീമതി ടെസ്സി ജോസ് കറുകപ്പള്ളി, അതോടൊപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗത്തിൽ ദീർഘകാല സേവനത്തിന് ശേഷം സംസ്ഥാനതല അവാർഡ് നേടിയ നമ്മുടെ ബഹുമാനപ്പെട്ട HM ജോസഫ് സാറ്, 2024-25 വർഷത്തിലെ ലോഗോസ് ക്വിസിൽ വിശ്വാസ പരിശീലന വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ആൻസിസ് ഫ്രാൻസിസ് കറുകപ്പള്ളി, എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു. സ്റ്റഡി പ്രൈസിന് അർഹരായിട്ടുള്ളവർ, ബൈബിൾ സീരീസ് ക്വിസിൽ സമ്മാനത്തിന് അർഹരായിട്ടുള്ളവർ, IBC ബെസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് തിരഞ്ഞെടുത്ത എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും, ഇവരെല്ലാവരെയും പ്രാർത്ഥനാശംസകളോടെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഈ ഒരു വിശ്വാസ പരിശീലന വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. നന്ദി അച്ഛ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ട്രസ്റ്റി മിസ്റ്റർ ജോൺ ജെറാൾഡിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ വികാരി ജോസ് പാറപ്പുറമച്ച,
ഉദ്ഘാടകൻ അതിരൂപത കാറ്റഗിസം അസിസ്റ്റന്റ് ഡയറക്ടർ സ്നേഹബഹുമാനപ്പെട്ട ആൻ്റണി നടുവത്തുശ്ശേരി അച്ഛ, നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റിലെ മദർ സിസ്റ്റർ സിസിലിയ, മതഭവനത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ജോസ് സാറിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സെക്രട്ടറി ലെക്സി ടീച്ചർ, ആദരണീയരായ മതാധ്യാപകരെ, PCC മെമ്പർ ജോൺസൺ മളയിക്കൽ, സൺഡേ സ്കൂൾ ലീഡർ അമൽ ജേക്കബ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുട്ടികളെ, കാറ്റഗിസത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സായാഹ്നത്തിൽ വളരെയധികം സന്തോഷത്തോടും അതിലേറെ ഉത്സാഹത്തോടും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കാരണം ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മൾ വിശ്വാസ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം നടത്തിയത് മലമുകളിലും മരച്ചുവട്ടുകളിലും നിന്നുകൊണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ പ്രഘോഷണത്തിന് അടിസ്ഥാനമായ ഒരു വസ്തുതയുണ്ടായിരുന്നു. തൻ്റെ ജനതകളെയും ശിഷ്യന്മാരെയും ദൈവരാജ്യത്തിലേക്ക് വിശ്വാസത്തിൽ ഉറപ്പിച്ച് നയിക്കുക എന്നുള്ള ഒരു വസ്തുത. ആ പാത പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ സഭ ഇന്ന് വിശ്വാസ പരിശീലനം അഥവാ മതബോധന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നത്. 2024-25 വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ജൂൺ മാസം തന്നെ വിശുദ്ധ കുർബാനയോടുകൂടി ഹെഡ് മാസ്റ്റർ ജോസ് സാറിൻ്റെ നേതൃത്വത്തിലും സെക്രട്ടറി ലെക്സി ടീച്ചറിൻ്റെ നേതൃത്വത്തിലും പൂർവാധികം ഭംഗിയായി നമുക്ക് ആരംഭിക്കുവാൻ സാധിച്ചു. PCC മെമ്പറുകളുടെ പിന്തുണയും ഇതിനോടൊപ്പം നമുക്ക് കിട്ടുകയുണ്ടായി. മതബോധനത്തിൻ്റെ ജീവനാഡികളായ മതാധ്യാപകർ നമ്മുടെ കുട്ടികളെ വിവിധ ഭക്തസംഘടനകളിൽ അംഗമാക്കുകയും വിവിധ പ്രോഗ്രാമുകളിലും സെമിനാറുകളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മതാധ്യാപകരെല്ലാം തന്നെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടു നടക്കുന്നവരും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുമാണ്. അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അവരുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഞായറാഴ്ചകളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ പരിശീലനത്തിനായി അവരെത്തിച്ചേരുക. എത്ര പ്രശംസിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും അതിന് ഒരു നന്ദി ആയിരിക്കുകയില്ല. നമുക്ക് ചെയ്യുവാനുള്ളത് അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ അവളെ സ്മരിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള കാലങ്ങളിലും കൂടുതൽ തീക്ഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടി വിശ്വാസ പരിശീലനം നടത്താനുള്ള ആരോഗ്യ സൗഖ്യങ്ങൾ ദൈവം അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മതാധ്യാപകരുടെ കർത്തവ്യം മാത്രമാണ് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മാതാപിതാക്കളെ നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ കുടുംബത്തിലെ അന്തരീക്ഷങ്ങളും നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്നു എന്നുള്ള ഒരു സത്യമുണ്ട്. ഒരിക്കൽ ഒരു ചിത്രകാരൻ താൻ വരച്ച ചിത്രങ്ങളും ദർശനങ്ങളും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് ഒരു ചിന്ത കടന്നു വരികയുണ്ടായി. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു വസ്തുവിനെ തൻ്റെ ക്യാൻവാസിലോട്ട് എങ്ങനെ ആവിഷ്കരിക്കാമെന്നുള്ളത്. ഈ ഒരു കർത്തവ്യത്തിനായി അദ്ദേഹം സമൂഹ മധ്യത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. അദ്ദേഹം ആദ്യമായി അഭിപ്രായം സ്വീകരിക്കാൻ ചെന്നത് ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെ അടുത്താണ്. ആ ക്രൈസ്തവ പുരോഹിതനോട് വേദപാണ്ഡിത്യം കൊണ്ടും ആത്മീയ ദർശനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെയധികം ഭംഗിയുള്ളതായിരിക്കുമെന്ന്, വളരെയധികം അർത്ഥവത്തായിരിക്കുമെന്ന് ഈ ചിത്രകാരൻ ചിന്തിച്ചു. ആ ചിത്രകാരനോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു അല്ലെങ്കിൽ എന്താണ്? വൈദികൻ ഒരു ശങ്കയുമില്ലാതെ മറുപടി പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് വിശ്വാസമാണ്. ഇദ്ദേഹം കൂട്ടിച്ചേർത്തു, എല്ലാ ദിവസവും അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ചിത്രകാരൻ വീണ്ടും യാത്ര തുടരുകയാണ്. തൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം അടുത്തതായി സമീപിച്ചത് ഒരു സമൂഹത്തിലെ നവവധുവിനെയാണ്. ആ നവവധുവിനോടും അദ്ദേഹം ഈ സെയിം ചോദ്യം ആവർത്തിച്ചു, ഏതാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു? നവവധു ഒരു ശങ്കയുമില്ലാണ്ട് മറുപടി പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ പാരമത്യത്തിൽ കണ്ണീർ ധാര പോലും വളരെ മാധുര്യവും സൗരഭ്യവും ഉള്ളതായിത്തീരുന്നു. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് നവവധു പറയുകയുണ്ടായി.
വീണ്ടും തൻ്റെ അന്വേഷണങ്ങൾ തേടി അദ്ദേഹം നടക്കുകയാണ്. അദ്ദേഹം സമീപിച്ചത് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വിരമിച്ച ഒരു ഭടൻ്റെ അടുത്താണ്. ആ യോദ്ധാവിനോടും അദ്ദേഹം ചിത്രകാരൻ തൻ്റെ ചോദ്യം ആവർത്തിക്കുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്താണ്? ഭടൻ മറുപടി പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് സമാധാനമാണ്. യുദ്ധം നശീകരണ ശക്തി ഉളവാക്കുന്ന ഒരു വസ്തുവാണ്. സമാധാനം കുടുംബത്തിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് നടത്തുവാൻ പറ്റും. ഈ മൂന്ന് അയാൾക്ക് ചിത്രകാരന് കിട്ടിയ ഈ മൂന്ന് ആദർശങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ സ്വന്തം ഭവനത്തിലോട്ട് എങ്ങനെ ഈ ആവിഷ്കാരം തൻ്റെ ക്യാൻവാസിൽ പകർത്താമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ വാതിൽ മുട്ടി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. ആ ഭാര്യയുടെ കണ്ണുകളിൽ അദ്ദേഹം ദർശിച്ചത് ഭർത്താവിനോടുള്ള ആഴമായ വിശ്വാസമാണ്. തൻ്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ കണ്ണുകളിൽ അദ്ദേഹം ദർശിച്ചത് പിതാവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും അതുപോലെ തന്നെ സ്നേഹമാണ്. ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഭവനത്തിലോട്ട് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് വിശ്വാസവും സ്നേഹവും ഉളവാക്കുന്ന സമാധാനം നിറഞ്ഞൊരു കുടുംബമാണ്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ഈ സമാധാന അന്തരീക്ഷത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമാണ് ഭാവിയിൽ നല്ല മൂല്യബോധമുള്ള കുട്ടികളായിട്ട് നമ്മുടെ മക്കൾക്ക് വളർന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ മതാധ്യാപകരെ മാത്രം ഏൽപ്പിച്ച് പോകാതെ വീട്ടുകളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരാംശം. അടുത്തതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോടാണ്. സമൂഹ മാധ്യമത്തിൻ്റെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ടെലിവിഷൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും അതിപ്രസരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾക്ക് ഒരുപാട് അറിവും ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ തരത്തിലുള്ള വാർത്തകളും നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിൽ പതിയിരിക്കുന്ന വലിയൊരു അപകടം അതിൻ്റെ ചീത്തവശങ്ങളാണ്. ഈ അപകടത്തിൽ വീഴ്ന്നു പോകാതെ ആർജവമുള്ള കുട്ടികളായിട്ട് അതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിനുള്ള ആർജവം നമുക്ക് കിട്ടുന്നത് ഈ വിശ്വാസ പരിശീലനത്തിലൂടെയും മഹാന്മാരുടെയും വിശുദ്ധന്മാരുടെയും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടുമാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ സമൂഹമധ്യത്തിൽ വളരെ മൂല്യമുള്ള ഒരു വ്യക്തിത്വമായി അവർക്ക് മാറുവാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് പരിപാടികളും കലാപരിപാടികളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ ഇടവകയുടെ പേരിൽ ഈ വാർഷികാഘോഷം നടക്കുന്ന അവസരത്തിൽ പാരിഷ് കൗൺസിലിൻ്റെ പേരിലും ഇടവക ജനങ്ങളുടെ പേരിലും കൈക്കാരൻ എന്ന നിലയിലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മിസ്റ്റർ ജോൺ ജെറാൾ. പ്രത്യേക പുരസ്കാരങ്ങളും ആദരവുകളുമാണ് അടുത്തത്. നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കാറ്റഗിസം ഡയറക്ടറസിനെ ആന്റണി നടുത്തശ്ശേരി അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തെക്കൻ പറവൂർ ഇടവകയിൽ തുടർച്ചയായി ലോഗോസ് ക്യൂസിൽ 1ാം സമ്മാനം കരസ്ഥമാക്കുന്ന ഹോളി ഫാമിലി യൂണിറ്റിൻ്റെ അഭിമാനവും വൈസ് ചെയർമാൻ മിസ്റ്റർ ജോസ് അലക്സിൻ്റെ ധർമ്മപത്നിയുമായ മിസസ് ജെസി ജോസ് കറുകപ്പള്ളിയെ ആദരവ് ഏറ്റുവാങ്ങുവാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. കയ്യടിക്ക്. അടുത്ത ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ജോസ് ജോസഫ് സാറാണ്. ഇടവകയുടെ ഏത് പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പഠിക്കുന്ന അദ്ദേഹത്തെ ഭാരത് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം 15 വർഷത്തെ ദീർഘകാല സേവനത്തിന് ലോങ് സർവീസ് അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. കൂടാതെ ലിറ്റിൽ കൈറ്റ്സും SPCയും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. മതനബോധന വിഭാഗത്തിൻ്റെ ആദരവ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ. അടുത്ത വിശിഷ്ട പുരസ്കാരം വീണ്ടും ഹോളി ഫാമിലി യൂണിറ്റിനെ തേടിയെത്തുന്നു. കുമാരി ആൻസിസി ഫ്രാൻസിസ് കറുകപ്പള്ളിക്ക് 2024-25 വർഷത്തിലെ ലോഗോസ് ക്യൂസിൽ വിശ്വാസ പരിശീലന വിഭാഗത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ ആൻസിസിക്ക് ഇടവകയുടെ ആശംസകളും അഭിനന്ദനങ്ങളും. കാറ്റഗിസം പ്രൊഫഷൻസി പ്രൈസസ് ആണ് അടുത്തത്. 1ാം സമ്മാനമാണ് ആദ്യം നൽകപ്പെടുക. 1ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്റ്റാൻഡ് ബൈ ആവുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കടുകംപള്ളി ചിറയിൽ റിൽബിൻ ജോവാന. കുട്ടികൾ റെഡിയാവുക. അധ്യാപകരെ റെഡിയാക്കി നിർത്തുക.
Standard 2, Chanil Josie Jaswin. Third standard, Vendikandathil John Savio. Fourth standard, Maliyakal Riju Felita Rose. കൈയടിക്ക് കുട്ടികളെ റെഡിയാക്കി നിർത്തുക. Fifth standard, ചെറിയവെളിയിൽ തോമസ് കെവിൻ. Standard 6, വെള്ളാരംകുന്നൽ സിമി അലീവിയ. 7th standard, കൊപ്പറമ്പിൽ ജോബിൻ അലീസിയ. Standard 8, ചെറിയവെളിയിൽ തോമസ് സാറ ജോൺ. 9th standard, കൊപ്പറമ്പിൽ ജോബിൻ ജെറമിക്. 10th standard, മാവുങ്കൽ ഷാജി ഏഞ്ചൽ. 11th standard, കോയിപ്പുറത്ത് ടോമി സുപ്രിയ. And 12th standard, ചെറിയവെളിയിൽ ആന്റണി അലീന. Congratulations. ഇനി സെക്കൻഡ് പ്രൈസ് വിന്നേഴ്സ് ആണ്. പ്രൊഫഷൻസി സെക്കൻഡ് പ്രൈസ് വിന്നേഴ്സ്. സ്റ്റാൻഡേർഡ് 1, കൊപ്പറമ്പിൽ ആൽവിൻ മാർഗ്രറ്റ് കാതറീൻ. സെക്കൻഡ് സ്റ്റാൻഡേർഡ് വെളിക്കുന്നിൽ സിജോ ഗീവർ. സ്റ്റാൻഡേർഡ് 3, ചാത്തൻകരിൽ സെബാസ്റ്റ്യൻ ജുവാന. ഫോർത്ത് സ്റ്റാൻഡേർഡ് വെണ്ടിക്കണ്ടത്തിൽ ജോണി ഐ ഡാഷ്. ഫിഫ്ത് സ്റ്റാൻഡേർഡ് കാഞ്ഞിരത്തിങ്കൽ ലൈസൺ ക്രിസ്റ്റി. സിക്സ് സ്റ്റാൻഡേർഡ് പോത്തപ്പറമ്പിൽ ജോബി ജുവലാൻ. സ്റ്റാൻഡേർഡ് 7 വെണ്ടിക്കണ്ടത്തിൽ ജോസഫ് ക്രിസ്. എയ്ത്ത് സ്റ്റാൻഡേർഡ് ചെറിയവെളിയിൽ പ്രിൻസ് റയാൻ. സ്റ്റാൻഡേർഡ് 9 ചെറിയവെളിയിൽ ജോമോൻ ആഗ്നസ്. 10th സ്റ്റാൻഡേർഡ് മലമേൽ നെടുമ്പറമ്പിൽ ജയ് സാൻഫി മറിയ. 11th സ്റ്റാൻഡേർഡ് കാഞ്ഞിരത്തെങ്കിൽ ജോസഫ് ആൻഡ് മറിയ. And 12th standard പോത്തപ്പറമ്പിൽ ജയൻ സാറ. താങ്ക് യു ഫാദർ. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അടുത്ത സമ്മാനങ്ങൾ നൽകുവാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ ക്ലാസ്സുകളെ അധികരിച്ച് നമ്മളൊരു ക്വിസ് മത്സരം നടത്തുകയുണ്ടായി. എല്ലാ കുട്ടികളും ആവേശത്തോടെ പങ്കെടുത്തുവെങ്കിലും അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഏഞ്ചൽ മരിയ ഷാജി മാളിയേക്കലാണ്. മാവുങ്കലാണ്. നല്ലൊരു കയ്യടിയുടെ ഏഞ്ചലിനെ സ്വാഗതം ചെയ്യാം. എല്ലാ ക്വിസ് പ്രോഗ്രാമുകളും ഏഞ്ചൽ ആയിരിക്കും എപ്പോഴും വിജയിയാവുക. കൺഗ്രാറ്റുലേഷൻസ് ഏഞ്ചൽ. സെക്കൻഡ് പൊസിഷൻ സാം ജോൺ തോമസ് ചെറിയവെളിയിൽ. സെക്കൻഡ് പ്ലേസ് നല്ലോണം കൈയടിക്കുക സാം ജോൺ തോമസ് ചെറിയവെളിയിൽ. ആൻഡ് തേർഡ് പൊസിഷൻ മീവൽ റോസ് ജോബി കറുകപ്പള്ളി. മീവൽ ജോസ് കറുകപ്പള്ളി. നമുക്കറിയാം നമ്മുടെ ബൈബിൾ ആക്ടിവിറ്റീസിൽ വാശിയേറിയ മത്സരങ്ങളിൽ 1ാം ഗ്രൂപ്പാണ് 1ാം സമ്മാനാർഹമായത്. 1ാം ഗ്രൂപ്പിന്റെ ലീഡറെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. 1ാം ഗ്രൂപ്പിന്റെ ലീഡർ. 2ാം സമ്മാനത്തിന് അർഹമായത് 2ാം ഗ്രൂപ്പാണ്. 2ാം ഗ്രൂപ്പിന്റെ ലീഡറെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു ഫാദർ. നമ്മൾ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മോട് ഒരു സന്ദേശം പങ്കുവയ്ക്കുന്നതിനായി PCC മെമ്പർ മിസ്റ്റർ ജോൺ മാളിയേക്കലിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട
ജോസ് പാർപ്പറച്ചൻ, എറണാകുളം അങ്കമാലി അതിരൂപത കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആൻ്റണി അച്ഛൻ, ബഹുമാനപ്പെട്ട നമ്മുടെ ട്രസ്റ്റി ജോൺ എം ജി, അമൽ ജേക്കബ് കാറ്റഗിസം ലീഡർ, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ ശക്തമായ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റാണ് നിലവിലുള്ളത്. വർഷങ്ങളുടെ പഴക്കവും പാരമ്പര്യവുമൊക്കെ അവകാശപ്പെടുന്ന നമ്മളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ വിശ്വാസ പരിശീലനം നൽകുവാൻ പ്രാപ്തിയുള്ള അധ്യാപകർ, വർഷങ്ങളായി പയറ്റിത്തെളിഞ്ഞ അധ്യാപകർ നമുക്കുണ്ട്. അവിടെയൊക്കെ സേവനം നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് മത പഠനത്തിൻ്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയകളുടെയൊക്കെ അതിപ്രസരം നമ്മുടെ കുഞ്ഞുങ്ങളിലെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മുക്തി നേടി നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും ക്രിസ്ത്യാനികളെ കൂടുതൽ ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാനുമൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെയൊക്കെ വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ വളരെ പൈശാചികമായി അവരെയൊക്കെ മസിൽ പവർ കൊണ്ട് നേരിടുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ആ പൈശാചിക ശക്തികളെയെല്ലാം ഉന്മൂലനം ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ജീസസ്. നന്ദി ശ്രീ ജോൺസൺ. നന്ദിയുടെ നനുത്ത സ്പർശമാണ് ഹൃദയത്തെ ആർദ്രമാക്കുന്നത്. നന്ദി പ്രകാശനത്തിനായി 2024-25 വർഷത്തെ വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ ക്യാപ്റ്റൻ മാസ്റ്റർ അമൽ ജേക്കബിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സൺഡേ സ്കൂൾ വാർഷികാഘോഷ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരി ജോസ് അച്ഛന് ആദരവോടെ നന്ദി പറയുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കാറ്റഗിസം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആൻ്റണി അച്ഛന് ഏറ്റവും ആദരവോടെ നന്ദി പറയുന്നു. ഏവരെയും സ്വാഗതം ചെയ്ത കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ജോസ് സാറിന് നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച PCC മെമ്പർ ജോൺസൺ അങ്കിളിനും ട്രസ്റ്റി ജോൺ അങ്കിളിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മതാധ്യാപകർ, ഇടവജനങ്ങൾ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അമൽ. യോഗ നടപടികൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. ഏതാനും നിമിഷത്തിനുള്ളിൽ അത് ആരംഭിക്കുന്നതാണ്. താങ്ക് യു.